ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നാകട്ടെ അമ്മൂസിൻ്റെ വളകാപ്പ്. അപ്പോൾ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിന്ന് വിളിക്കാൻ പോകുന്നത് ഈ സാരിയാണ് കേട്ടോ. ഇത് 9 വർഷമായി ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല ഡ്രൈ ക്ലീൻ ചെയ്തതിൻ്റെ. ഇത് ജോളി സിൽസിൽ നിന്ന് എടുത്താണ്. ഞാൻ കോട്ടയത്തുള്ള മാൾ ഓഫ് ജോയ്ക്ക് അകത്തുള്ള ജോളി സിൽസിൽ നിന്ന് എടുത്താണ്. എൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിന് എടുത്താണ്. അപ്പോൾ അന്ന് വാഷ് ചെയ്ത് വെച്ചതാണ് ഡ്രൈ ക്ലീൻ ചെയ്ത്. ഇപ്പോഴും ഇത് ഓപ്പൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ. റെഡിയാകാൻ പോകുമ്പോഴാട്ടോ സാരി ഓപ്പൺ ആക്കി നോക്കുന്നത്. പിന്നെ ഇത് ഡ്രൈ ക്ലീൻ ചെയ്ത് ഞാൻ കൊടുക്കുന്നത് പിന്നെ കോട്ടയത്ത് ബനാറസ് എന്ന് പറഞ്ഞ ഷോപ്പുണ്ട് ഡ്രൈ ക്ലീൻ. എല്ലാവർക്കും അറിയായിരിക്കും. തിരുനക്കരയ്ക്ക് അടുത്തുള്ള അമ്പലത്തിൻ്റെ ബാക്കിൽ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ എല്ലാ സാരിയും ഡ്രൈ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് റെഡിയാകാൻ പോവാണ്. ഈ സാരി സെലക്ട് ചെയ്യാൻ എനിക്ക് ഒരുപാട് നേരമൊന്നും വേണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് സെലക്ട് ചെയ്ത സാരിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ശരിക്കുള്ള ബ്ലൗസ് വരുന്നത് ഈ ഒരു രാജാവിൻ്റെ ടൈപ്പ് ഒരു എംബ്രോയിഡറി ചെയ്തേക്കുന്നത് ഇങ്ങനെ സൈഡിൽ വരുമായിരുന്നു. ബ്ലൗസ് ഫുള്ള് പോയി ഇത്രയും വർഷമായുണ്ട്. പിന്നെ ഉള്ളിലേക്ക് വരുമ്പോൾ ഡിസൈൻസ് കുറച്ച് കുറവാണ്. കാണുന്ന പോർഷൻസിലാണ് ഡിസൈൻസ് കൂടുതൽ വരുന്നത്. പിന്നെ താഴെ ബ്രൊക്കേഡ് പോലെ പല്ലുവിൽ വന്നിട്ടുണ്ട്. നല്ല സാരിയാണ്. നമുക്ക് കൊടുത്തു നോക്കാം. സാരി എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ ഞാൻ ജസ്റ്റ് ചുമ്മാ ഏകദേശം ഒരു രീതിയിൽ ഉടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. പ്ലീറ്റൊന്നും എടുത്തിട്ടില്ല, അയച്ചിട്ടേക്കാണ്. അപ്പം ഈ സാരി അന്ന് വാങ്ങിച്ച എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിപ്പുണ്ട്, പുത്തനായിട്ട് ഇരിപ്പുണ്ട്. എല്ലാവരും പറഞ്ഞു ഇന്നലെ പോയി വാങ്ങിച്ച പോലെ ഉണ്ടെന്ന്. ഒരു വാടാമുല്ല കളറാണ് ഷെയ്ഡ് വരുന്നത്. ബോർഡേഴ്സും ഒന്നുമില്ല. അപ്പം ഞാൻ അന്ന് അതുകൊണ്ടാണ് ഈ സാരി എടുത്തത്. എനിക്ക് ബോർഡർ ഇല്ലാത്ത സാരി ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കും. അപ്പോൾ ബ്ലൗസ് ഞാൻ പുതിയത് തയ്ച്ചതാണ്. ബ്ലൗസ് അങ്ങ് പോയാലും ഇത്ര വർഷമായത്. ബ്ലൗസിനൊന്നും ചെയ്തിട്ടില്ല. ബാക്കിലും ജസ്റ്റ് റൗണ്ട് നെക്ക്. നമുക്ക് വളയാപ്പിൽ പോവാം. അമ്മൂസ് ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ അന്ന് മേടിച്ച സാരി എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. അടിപൊളിയായിട്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്. കണ്ടിട്ടാണ് പറയുമല്ലോ ഇങ്ങോട്ട്. അപ്പോൾ ബാക്കി ഫുള്ള് ഞാൻ കാണിക്കാവേ വളയാപ്പിൻ്റെ പരിപാടിയൊക്കെ. അമ്മൂനെ കണ്ടപ്പോഴേ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാവരും വിളിച്ചുകൊണ്ട് പോയി കേട്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറയാം. നമ്മൾ ഫാമിലി ഡോക്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ എന്ത് ഫങ്ഷൻ വന്നാലും ഇവരെയാണ് വിളിക്കുന്നത് കേട്ടോ. സാബു കണ്ണമ്പനാടെന്നാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജ്. അപ്പം നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുള്ളിയാണ് വിളിക്കുന്നത്. നമ്മുടെ കല്യാണം തൊട്ട് റിസപ്ഷനും ചെറിയ ഫങ്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പം നമ്മൾ പുള്ളിയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു പരിചയമുള്ളത് നമ്മളൊരു ഫ്രീ ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ നിൽക്കാൻ പറ്റും. പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ റീലെടുക്കാമെന്നൊക്കെ പറഞ്ഞാലും ചേട്ടൻ റെഡി ആയിട്ട് ഓടി വരും. നമ്മൾ അത്ര അറിയാവുന്നതുകൊണ്ട്. പിന്നെ ഇതാണ് നമ്മൾ അന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ചെറിയൊരു രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. കുറച്ച് പേര് വരുന്ന ഒരു ഫംഗ്ഷനായിരുന്നു. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാര്യം ഞാൻ പറയാം. നമ്മൾ ഒരു ബോക്സിൽ കുപ്പിവളകൾ കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അടുത്ത ബോക്സിൽ മധുരങ്ങൾ മധുരമായിട്ടുള്ള സ്നാക്സ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കളബും ഒരു ബോക്സിൽ കുങ്കുമം വെച്ചു. അപ്പോൾ ആദ്യം അമ്മൂസിൻ്റെ അച്ഛനും അമ്മയും തന്നെ വന്ന് ഉദ്ഘാടനം ചെയ്തു. അമ്മൂസിൻ്റെ അച്ഛനാണ് കേട്ടോ ഇത്. ആദ്യം കൊടുത്തത് അമ്മയാണേ. അപ്പോൾ അവർ ആദ്യം തന്നെ വന്ന് ഇന്നോഗ്രേഷനൊക്കെ ചെയ്തു. മധുരമായിട്ടുള്ള സ്നാക്സാണ് വളകാപ്പിന് കൂടുതലും വെക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ഇൻസ്റ്റയിൽ കുറച്ച് റീലൊക്കെ നോക്കി എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ നടത്തേണ്ടതെന്നൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാനും അമ്മൂസും കൂടെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. കറക്റ്റ് അതിന് എന്തെങ്കിലും രീതിയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ ആദ്യം തന്നെ സാരി മേടിച്ചായിരുന്നു, യെല്ലോ കളർ. സാധാരണ എല്ലാവരും വളകാപ്പിന് യെല്ലോ കളർ സാരിയല്ലേ ഉടുക്കുന്നതെന്ന് വെച്ച് ആ ഒരു തീമിൽ യെല്ലോ ഷെയ്ഡ് വരുന്നൊരു സാരി വാങ്ങിച്ചു. പിന്നെ അമ്മൂസ് ഉർവശി പോയ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തേക്കുന്നത്. പിന്നെ അടുത്തുള്ളൊരു ചേച്ചിയാണ് അമ്മൂസിനെ റെഡിയാക്കി കൊടുത്തേക്കുന്നത്, ബ്യൂട്ടീഷ്യൻ. അപ്പോൾ എല്ലാവരും വന്നു, വളയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളായിരുന്നു. പിന്നെ ലക്കിലി നമുക്കന്ന് മഴയില്ലായിരുന്നു കേട്ടോ, ചെറിയ വെയിലേ ഉള്ളായിരുന്നു. ഭയങ്കര മഴയായിരുന്നു തലേദിവസം വരെ. പക്ഷെ ഭാഗ്യത്തിന് അന്ന് മാത്രം മഴ പെയ്തില്ല. അപ്പോൾ നമ്മളൊരു 10:30 ആയപ്പോൾ പയ്യെ തുടങ്ങി കേട്ടോ. അമ്മൂസിൻ്റെ വീട്ടിൽ നിന്ന്
എല്ലാവരും വന്നു കഴിഞ്ഞ് നമ്മൾ പയ്യെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വളരെ കുറച്ച് അടുത്ത് ഉള്ള റിലേറ്റീവ്സും നെയ്ബേഴ്സും മാത്രമുള്ള കുഞ്ഞൊരു പരിപാടിയായിരുന്നേ. എല്ലാവരും സുദീപിനെ അങ്ങ് കിട്ടിയ അവസരം മുതലെടുത്ത് കേട്ടോ. അമ്മൂസിൻ്റെ മുഖത്ത് കൂടുതൽ സുദീപിൻ്റെ മുഖത്ത് തേക്കാനായിരുന്നു എല്ലാവർക്കും ഉത്സാഹം. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മ വരെ സുദീപിൻ്റെ മുഖത്ത് തേച്ചു കേട്ടോ. ചെറിയ രീതിയിൽ അവൻ്റെ ഒരു ചമ്മലുണ്ടായിരുന്നു. ചമ്മൽ മാറിക്കോട്ടെന്ന് വെച്ചാൽ കേട്ടോ അമ്മയും കൂടെ തേച്ച് കൊടുത്തത്. യൂഷ്വലി നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും ചെറിയൊരു ഫംഗ്ഷനായിട്ടാണ് വെക്കുന്നത് വളകാപ്പ് കേട്ടോ. ഇത് ഞാനും അമ്മയും കൂടെ കുറച്ച് ചെറിയ രീതിയിലൊന്ന് ഗ്രാൻഡ് ആക്കാം. ഇതൊക്കെ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു മെമ്മറി അല്ലേ, വീഡിയോ ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ച് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഗ്രാൻഡ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും അറിഞ്ഞൂടാ കേട്ടോ ഇതെന്താ വന്ന് ചെയ്യണ്ടേ, ആദ്യം വളയാണോ ഇടണ്ടേ, സ്നാക്സ് ആണോ കൊടുക്കണ്ടേ, അതുകൊണ്ട് വലിയ പിടുത്തമില്ലായിരുന്നു. പിന്നെ ഓരോരുത്തർ ചെയ്യുന്ന കണ്ടാണ് അടുത്ത ആൾക്കാർ വന്ന് ചെയ്യുന്നത്. പിന്നെ സുദീപിന് ഭയങ്കര ചമ്മലായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാൻ. പിന്നെ അമ്മൂസോടെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു മടുപ്പാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു കൂട്ടിന് വേണ്ടി പോയി ഇരിക്കുന്നതാണ്, ഒരു മടുപ്പോടെയാണ് ആൾ ഇരിക്കുന്നതാണ്. എല്ലാവരും വിളിച്ചൊക്കെ നമ്മൾ കൊണ്ടുവരണ്ടേ, എല്ലാവർക്കും ഒരു മടിയാണ് കേട്ടോ. ആദ്യമായിട്ട് എല്ലാവരും ഈ പരിപാടി ഇങ്ങനെ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോവുക, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് വീട്ടിനകത്തൊക്കെ പരിപാടിയൊക്കെ വെച്ച് അങ്ങ് വിളിച്ചുകൊണ്ട് പോകുമല്ലോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ഇട്ട് വരുമ്പോൾ ആൾക്കാർക്ക് വന്ന് ഇങ്ങനെ ചന്ദനം തൊടാനും ഒക്കെ ചെറിയൊരു മടി. അപ്പോൾ ആ ഒരു ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് യൂഷ്വലി എല്ലാവരും പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നല്ലോ അങ്ങ് വിളിച്ചുകൊണ്ട് പോയി. അതിനൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വളയിടാൻ ഒരു ഡിലേ ഉള്ളായിരുന്നു. എല്ലാവരും വന്നിട്ട് ഒരു ചെറിയൊരു താമസമേ ഉള്ളായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ സൈഡിൽ നമ്മൾ ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വന്ന എല്ലാവർക്കും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. തലേ ദിവസം പാക്ക് ചെയ്ത് വെച്ച ചോക്ലേറ്റ്സാണ്. നിങ്ങൾ ആ ഷോർട്സ് എല്ലാവരും കണ്ടു കാണും. ഞാൻ അന്ന് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജൊക്കെ ലിങ്ക് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഗിഫ്റ്റ് നമ്മൾ മേടിച്ച ഇൻസ്റ്റാ പേജൊക്കെ. ഇത് പിന്നെ അമ്മൂസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്സ് എല്ലാം നമ്മൾ വന്നവർക്ക് വേണ്ടി പാക്ക് ചെയ്യുക കേട്ടോ. അവിടെ പരിപാടി നടക്കുന്നു, ഇവിടെ പാക്കിങ് നടക്കുന്നു. നമ്മൾ 3 കവർ അമ്മൂസും മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന്. പിങ്കും ബ്ലൂവും പിന്നെ ഒരു വൈറ്റും എല്ലാം സെയിം തന്നെയാണ്. സ്റ്റിക്കറൊക്കെ സെയിം തന്നെയാണ്. ബേബിയുടെ ഒരു ചെറിയ ഫോട്ടോ വെച്ചിട്ടുള്ള കവറായിരുന്നു. അപ്പം നമ്മൾ അതിൽ സ്നാക്സ് എല്ലാം ഇടുവാണ്. കാരണം വന്നവർ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും റെഡി ആക്കുവാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്തു വിടാമല്ലോ. അപ്പോൾ അത്രയും നമ്മൾ നമ്പറൊക്കെ എടുത്ത് എല്ലാവരും കൂടെ പാക്ക് ചെയ്യുകയാണ്. നമ്മൾ 5-ാം മാസം വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 5 കൂട്ടം സ്നാക്സാണ് കൊണ്ടുവന്നത്. അപ്പോൾ 5 കൂട്ടം കവറിലാക്കി സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നമുക്ക് കൊടുക്കാൻ എളുപ്പമുണ്ട്. ഇത് പിന്നെ നമ്മൾ തലേ ദിവസം പറഞ്ഞ ചെറിയൊരു പ്രോഗ്രാം, ഒരു ചെറിയൊരു ഗെയിം വെച്ചതാണ്. ഒരു ജെൻഡർ പ്രഡിക്ഷൻ പോലെ, ബേബി ബോയ് ആണോ അതോ ഗേളാണോ എന്ന് എല്ലാവരും ജസ്റ്റ് ഇങ്ങനെ ഒരു ട്രീയിലൊരു ഹാർട്ടിൻ്റെ ഒരു സിമ്പൽ ഒട്ടിക്കുന്നല്ലോ. അപ്പോൾ ഈ ട്രീ ഒക്കെ കണ്ണിച്ചിട്ട് രാത്രി ഇരുന്നുകൊണ്ട് വരച്ചതാണ്. കാരണം നമ്മൾ കുറേ അന്വേഷിച്ചിട്ട് ഇത് കിട്ടിയില്ല സംഭവം. പിന്നെ പ്രിൻ്റ് എടുക്കാമെന്ന് വെച്ചപ്പോൾ അത്രയും വലിയ രീതിയിൽ പ്രിൻ്റ് എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ എന്താണേലും ആർട്ടിസ്റ്റ് വീട്ടിലുള്ളതുകൊണ്ട് അമ്മൂസ് പറഞ്ഞ് ഞങ്ങൾ വരച്ചോളാം പറഞ്ഞ് ചാർട്ട് പേപ്പറൊക്കെ മേടിച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തലേ ദിവസം കണ്ണച്ചേട്ടൻ ഇത് സെറ്റാക്കി, ട്രീ ഒക്കെ സെറ്റാക്കി. അപ്പോൾ ചെറിയൊരു ഗെയിം, ഈ ഒറ്റൊരു ഗെയിമേ ഉള്ളായിരുന്നു. കാരണം നേരെ ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ മുഹൂർത്തം നോക്കിയിട്ട് നമ്മൾ ഇറങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഈ ഒറ്റൊരു ഗെയിം നമ്മൾ വെച്ചുള്ളൂ. അതൊട്ടുപോവേ. ആ ഒട്ടി. പിങ്ക് പെങ്കൊച്ച കൊച്ച ഏതാ ഒട്ടിച്ചേ പിങ്കാണോ?
സത്യം പറഞ്ഞാൽ ചെറിയൊരു അടിയായി, കുറച്ച് പേർക്ക് ആൺകൊച്ച്, കുറച്ച് പേർക്ക് പെൺകൊച്ച്. അതെന്താണെന്ന് വെച്ചാൽ കണ്ണൻചേട്ടൻ്റെ വീട്ടിലെല്ലാവരും ആൺപിള്ളേരുണ്ട്, അവിടുത്തെ അമ്മയ്ക്ക് പെൺപിള്ളേരെ ഭയങ്കര കാര്യമാണ്. ഇപ്പോൾ പെൺകൊച്ചുങ്ങളോട് കൂടുതൽ ഇഷ്ടം, പെൺകൊച്ചു മതി എന്നൊക്കെ പറഞ്ഞാണ്. പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ, ആൺപിള്ളേരുള്ള വീട്ടിൽ പെൺപിള്ളേരോടാണല്ലോ കൂടുതൽ താല്പര്യം. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഗെയിം തീർക്കാൻ വേണ്ടി അമ്മൂസും സുദീപും കൂടെ ലാസ്റ്റ് ഒട്ടിച്ചു. രണ്ടുപേരും രണ്ടെണ്ണം ഒട്ടിച്ചു. അപ്പോൾ പ്രശ്നം തീർന്നില്ല, ഒരാൾ ബോയുടെ ഒരാൾ ഗേളിൻ്റെ ഒട്ടിച്ചു. അപ്പോൾ എല്ലാം സോൾവ് ആയി പ്രശ്നങ്ങളൊക്കെ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ. പിന്നെ അമ്മൂസിനെ ഇറങ്ങാറായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് ആളിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയൊരു ചടങ്ങ് കൂടെ ഉള്ളൂ. ഇവിടെ ഉള്ള എല്ലാവർക്കും പെൺപിള്ളേരെ മതി. രണ്ടഭിപ്രായം. അപ്പം നമ്മളിങ്ങനെ 5ാം മാസത്തിൽ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളിങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊടുത്തു വിടുമല്ലോ, 5 കൂട്ട സാധനങ്ങൾ കൊടുത്തു വിടുമല്ലോ. ഇങ്ങനെ ഇഞ്ച, കുളിക്കാനുള്ള എണ്ണ, അതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അമ്മ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അതുമൊക്കെ കൊടുത്തു. എല്ലാവർക്കും ചെറിയൊരു വിഷമമായിപ്പോയി കേട്ടോ. കാരണം അവളോ വീട്ടിലുള്ളപ്പോൾ ചെറിയൊരു അനക്കമുള്ളൂ. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമമായിപ്പോയി, പെട്ടെന്ന് സൈലൻസ് ആയിപ്പോയി. പരിപാടിയൊക്കെ നല്ല ഉഷാറായിരുന്നു. പക്ഷേ ഈ ഒരു ടൈം ആയപ്പം ഞങ്ങൾക്ക് 3 പേർക്കും എന്തോ പോലെ ആയിപ്പോയി, ആണ് ഒരു മിസ്സിങ് പോലെ ആയിപ്പോയി കേട്ടോ. സുദീപിന് നല്ല വിഷമമായി പോയി പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ആളിങ്ങ് എത്തും. എന്നാലും പെട്ടെന്ന് ഇങ്ങനെയാണല്ലോ ചടങ്ങ്, നമുക്കത് ചടങ്ങ് അതുപോലെ തന്നെ നടത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മിസ്സിങ് പോലെ ആയിപ്പോയി. പെട്ടെന്നൊരു സൈലൻസ് ഫീൽ ചെയ്താൽ വീട്ടിൽ ആളങ്ങ് പോയപ്പോൾ കേട്ടോ. പിന്നെ ആൾ തിരിച്ചിങ്ങ് വരും കുറച്ച് ദിവസം കഴിയുമ്പോൾ. അപ്പോൾ അമ്മൂസ് അങ്ങനെ ഇറങ്ങുവാണ്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു വളകാപ്പ് ഫംഗ്ഷനൊക്കെ നല്ല ഗ്രാൻഡായിട്ട് ഹാപ്പി ആയിട്ട് നടത്തി. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, എങ്ങനെയാണ് വളകാപ്പ് നടത്തി, എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി ഏകദേശം ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് എന്തെങ്കിലുമൊക്കെ ചടങ്ങുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടാണ് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ നടത്തിയത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ വ്ലോഗ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണേ. വ്ലോഗ് തീർക്കാൻ പോവാ.